Hello, Assalamu alaikum. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഒരു ദിവസത്തെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ തലേന്നാണ് കേട്ടോ. ഞാൻ ഇഡ്ഡലിക്കുള്ള അരിയാണ് കുതിർത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഇഡ്ഡലി റൈസാണ് 2 കപ്പ്. അപ്പോൾ ഇഡ്ഡലി റൈസിന് പകരം നിങ്ങൾക്ക് പച്ചരി കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ 1 കപ്പ് ഉഴുന്നാണ് എടുക്കുന്നത്. 2 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന്. പിന്നെ 1 ടീസ്പൂൺ ഉലുവയാണ് എടുത്തത്, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം കേട്ടോ. ഒരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക, നല്ല വൃത്തിയാക്കിയിട്ട്. എന്നിട്ടിത് നല്ല വെള്ളത്തിൽ കുതിർത്തിയിട്ട് ആ വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവരിക. അപ്പോൾ ഇത് കണ്ടോ, ഞാനൊരു 3-4 പ്രാവശ്യമായിട്ട് നന്നായിട്ട് കഴുകിയതാണ്. ഇതിലേക്ക് ഇനി നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനി ഒരു 8 മണിക്കൂറെങ്കിലും ഇത് കുതിരാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വൈകുന്നേരമാണ് ഇത് അരക്കുക. അപ്പോൾ അതിപ്പോൾ വൈകുന്നേരമാണ്, ഞാനിപ്പോൾ ഇതിനെ അരക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഇത് കണ്ടില്ല, നല്ല ക്ലീനാണ് എല്ലാം, നല്ല നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചതുകൊണ്ട് ഇതിപ്പോൾ കണ്ടില്ല നല്ലോണം പൊതിർന്നിട്ടുമുണ്ട്. ഇതിനെ നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം, നന്നായിട്ട് അരക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 ബാച്ചായിട്ടാണ് അരക്കുന്നത് കേട്ടോ. അപ്പോൾ പകുതി ഇട്ടിട്ട് ആദ്യത്തെ പകുതി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് അരക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഈ പൊതിർത്തിയ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ തന്നെ കുറേശ്ശെ എടുത്തിട്ട് ആ വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരിക. അതിപ്പോൾ കണ്ടില്ല, ഞാൻ അതിൽ നിന്ന് തന്നെയാണ് വെള്ളം ഒഴിച്ചത്. എന്നിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നതാണിത്. അതിന് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടെ. ഇതിൻ്റെ ഒരു പാകം കാണിച്ചു തരാം. അതിപ്പോൾ കണ്ടില്ല, ഈ ഒരു കട്ടി മതി, വല്ലാണ്ടൊക്കെ കട്ടിയിലൊന്നും അരച്ചെടുക്കണ്ട കേട്ടോ, ഈ പാകത്തിൽ മതി. എന്നിട്ടിത് നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്കിത് വലിയൊരു പൊങ്ങാൻ ഉള്ള സ്ഥലമുള്ള വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഇത് വലിയൊരു ചെമ്പാണ് എടുത്തത്, അതിലേക്കാണ് ഇപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ബാച്ചും മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് നമ്മളെ സാധാരണ അരിൻ്റെ ചോറ് ഇട്ട്, നമ്മളെ പുഴുങ്ങലരിൻ്റെ ചോറ്, ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന സാധാരണ പുഴുങ്ങലരിൻ്റെ ചോറിൽ ഞാനിപ്പോൾ പൊന്നിയരിൻ്റെ ചോറാണ് എടുത്തത്. 1/2 കപ്പാണ് എടുത്തത് ചോറ്. അതും ഇട്ടിട്ട് ആ ബാക്കി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതും കൂടെ ഒന്ന് അരച്ചു കൊണ്ടുവരിക. അപ്പോൾ ഞാൻ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇഡ്ഡലിക്ക് ആയതുകൊണ്ടാണ് ഞാൻ ചോറ് ചേർത്തത്, ദോശക്കാണെങ്കിൽ ചോറ് ചേർക്കണ്ട. ഇപ്പോൾ ഇത് 2 ബാച്ചും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ആ ഉപ്പ് ഇതിലേക്ക് മിക്സ് ആക്കുന്നത് നിങ്ങൾ കൈ വെച്ചിട്ട് തന്നെ ചെയ്യുക, എന്നാലാണ് ഫെർമെൻറ്റേഷന് കുറച്ചും കൂടെ ഈസി ആവുക കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ഉഷാറായിട്ട് ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടണമെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിനിപ്പോൾ ഇവിടെ മൂടി വെക്കുകയാണ്. ഇത് ഒരു മിനിമം ഒരു 10 മണിക്കൂറെങ്കിലും ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. രാവിലെ നോക്കാം. അപ്പോൾ അത് നമ്മൾ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പൊങ്ങിയത് കാണിച്ചു തരാം. കണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് അതിൽ മാവ് ഉണ്ടായിരുന്നുള്ളൂ, വലിയ ചെമ്പാണ്. അതിപ്പോൾ പൊങ്ങിയിട്ട് എവിടം വരെ എത്തി എന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. കാരണം ഇത്രയും പൊങ്ങിയിട്ട് ഇതിങ്ങനെ ഇളക്കാണ്ട് പാടില്ല. ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ കുത്തിക്കുഴച്ച് മിക്സ് ആക്കണ്ട, ഒന്ന് ഇളക്കി ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഈ പൊങ്ങിയത് കുറച്ചങ്ങ് താവും, ഇത്ര ഉണ്ടാവില്ല, കുറച്ചങ്ങ് താവും. അതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഇതാണ് പാകം, കണ്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ മൂടി വെക്കുക. ഇനിയിപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് സാമ്പാറാണ്, ഒരു ഈസി സാമ്പാർ കേട്ടോ. ടിഫിൻ സാമ്പാർ എന്നൊക്കെ പറയുന്നത് ഈസി സാമ്പാർ. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തത്, സാമ്പാർ പരിപ്പ്. അത് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിക്കൊണ്ടുവരാം. അപ്പോൾ 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്കാണ് നമ്മളിനി ബാക്കി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഈ ഒരു പരിപ്പ് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് വെള്ളത്തിനൊന്നൊരു സുമാറാണ്, ഞാനൊരു കണക്കൊന്നും പറയുന്നില്ല. അത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയിപ്പം വേണ്ടത് 2 ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, 1 തക്കാളി, 2-3 പച്ചമുളകും. ഈ 1 ഉള്ളി എന്ന് പറയുന്നത് ചെറുത് ഞാൻ ചട്നിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 1 ഉള്ളിയാണ് സാമ്പാറിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അതാ 1 ഉള്ളി സാമ്പാറിലേക്കുള്ളതും 2-3 പച്ചമുളകും ഞാൻ അരിഞ്ഞ് വെച്ചതാണ്. അത് നമ്മൾ ഈ ഒരു പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പരിപ്പിൽ ഞാൻ വേവിക്കുന്ന സമയത്ത് ഈ ഉള്ളിയും പച്ചമുളകും മാത്രമാണ് പെടുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വേവിച്ച് കൊണ്ടുവരും കേട്ടോ. വേറെ പൊടികളോ അല്ലെങ്കിൽ ഉപ്പോ ഒന്നും ചേർക്കണ്ട. ഇതിനൊരു 3 വിസിൽ ഒന്ന് പരിപ്പൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വരും 3 വിസിൽ. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള സാമ്പാറിലേക്കുള്ള പച്ചക്കറി എന്ന് പറയുന്നത് കുറച്ച് പുളി ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് പച്ചക്കറിയാണ്. അതെന്ന് പറയുന്നത് മത്തനാണ് എടുത്തത്, പിന്നെ നമ്മളെ മുരിങ്ങക്കായി, പിന്നെ വഴുതനങ്ങ. ഈ 3 പച്ചക്കറി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതാണ് ഇപ്പോൾ എടുത്തത്. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ ഇങ്ങനെ മുറിച്ചിട്ട് വെക്കുന്നതാണ് കേട്ടോ, ബോക്സിൽ. ഇപ്പം നല്ല തണുപ്പാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പ് പോട്ടെ, അതവിടെ മാറ്റി വെക്കുക. ഇതിലേക്ക് നമുക്ക് ആ തക്കാളിയും കൂടെ അരിഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പച്ചക്കറി റെഡിയാവും.
ഇനിയിപ്പോൾ അടുത്തത് ചട്നിക്കുള്ളതാണ് കാണിക്കുന്നത്. ഒരു 1.5 കപ്പോളം തേങ്ങ ഉണ്ടാവും ഞാനത് എടുത്തത്. അത്രയും തേങ്ങ, കുറച്ച് പുളി, കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ നമ്മൾ മാറ്റി വെച്ച ഈ ഒരു ഉള്ളിയും. ആ ഉള്ളിൻ്റെ കൂടെ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. ഇതാണ് നമുക്ക് ചട്നിക്ക് വേണ്ടിയ സാധനങ്ങൾ. ഇതിപ്പോൾ നമ്മൾ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. ഇതൊരു നാടൻ നമ്മളെ വെള്ള ചട്നി എന്ന് പറയുന്ന ചട്നി ഇല്ലേ, അതാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. അപ്പോൾ അത് ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനി മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടെ നമ്മളൊന്ന് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇത് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വെള്ളം ആ പാത്രത്തിൽ തന്നെയാണ് വെച്ചത്. അപ്പോൾ ബാക്കിയുള്ള തേങ്ങയും കൂടെ കൊണ്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ചട്നി ആയതുകൊണ്ട് തന്നെ ചമ്മന്തി അല്ല, അത് ചട്നിയാണ്. അതുകൊണ്ട് നന്നായിട്ട് അരക്കണേ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ചതാണിത് കണ്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ചമ്മന്തിക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ തക്കാളി നമ്മൾ ഈ പച്ചക്കറിയിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. നമ്മളെ പരിപ്പ് ഏകദേശം റെഡി ആകുമ്പോഴത്തേക്ക് ഈ പച്ചക്കറി ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ആ തക്കാളിയും ഈ പച്ചക്കറീൻ്റെ കൂട്ടത്തിൽ മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതാ തക്കാളി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇഡ്ഡലിക്കുള്ള തട്ടാണ് എടുത്തത്. എൻ്റെ അടുത്ത് ഇവിടെ അലുമിനിയത്തിൻ്റെതാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് എണ്ണ വെച്ചിട്ട് ഒന്ന് തടവി കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് നല്ല ഒരു വൃത്തിയുള്ളൊരു തുണി വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുത്താൽ മതി. അല്ല, കൈ കൊണ്ട് തന്നെ ഒന്ന് പറ്റി കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു തുണി കൊണ്ടൊന്ന് പറ്റി കൊടുത്തതാണ്. ഇനിയിപ്പോൾ ആച്ചിയും ബാസിയും എണീച്ചിട്ടുണ്ട്. ഓർക്കുള്ള ചായയും കൂടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആയി. അപ്പോൾ ഒരുപ്പോഴാണ് എണീച്ചത് കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ വേറെ ഒരു ഗ്ലാസ് ചായ കൊടുക്കുകയാണ്. അപ്പോൾ അതേപോലെ ചായയാണിത്. ഞാനും അസ്ലെങ്കിൽ മാത്രമാണ് നേരത്തെ എണീച്ചത്. അപ്പോൾ അവർക്ക് ഇപ്പോഴാണ് എണീച്ചത്. അപ്പോൾ ആ ചായ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി പണി ചെയ്യാം. അപ്പോൾ നമ്മളെ പരിപ്പ് ഇവിടെ ഏകദേശം റെഡിയായി കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. 3 വിസിലായിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇഡ്ഡലിൻ്റെ ആ തട്ടിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കട്ടെ. ഒരു ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, അത് പൊങ്ങാനുള്ളൊരു സ്ഥലം അവിടെ കൊടുക്കണേ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒഴിച്ചാൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കുറച്ച് ഭാഗം അവിടെ സ്ഥലം ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിലും ഇത് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റാണ് ഞാനിവിടെ ഇഡ്ഡലി വേവിച്ചെടുക്കലേ. അപ്പോൾ ഓരോരുത്തർക്കും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇത് എൻ്റേത് ഒരു 15 മിനിറ്റ് കറക്റ്റാണ്. 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വെന്ത് വരും. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ അടുപ്പത്തേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് ഞാൻ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തട്ടിറക്കി കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഒഴിച്ച് വെച്ച ആ ഇഡ്ഡലി ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. എൻ്റെ അപ്പുറത്തുള്ള അടുപ്പിന് ചെറുതായിട്ടൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് വർക്ക് ഏരിയയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയ അടുപ്പ് വാങ്ങിയിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാനത് മൂടി വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളെ ഒരു സാമ്പാറൊക്കെ നല്ല കറക്റ്റ് ആവിയൊക്കെ പോയിട്ടുണ്ട്. ഞാനത് തുറന്ന് കാണിച്ചു തരാം. ആ 3 വിസിലെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. വെന്ത് ഉടഞ്ഞു പോവുകയില്ല, എന്നാൽ ആവശ്യത്തിന് പരിപ്പ് നന്നായിട്ട് വേവുകയും ചെയ്യും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അത് കണ്ടില്ലേ, നല്ലൊരു കറക്റ്റിൽ വെന്ത് കിട്ടും. 3 വിസിലാണ് എൻ്റെ കുക്കറിൻ്റെ കണക്ക്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ പച്ചക്കറി ഇട്ട് കൊടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ച എല്ലാ പച്ചക്കറിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് എളുപ്പമാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. എന്നാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. കാരണം പരിപ്പായതുകൊണ്ട് ഇനിയിപ്പം അടി പിടിക്കാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം, ഒരു ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. ഈ ഒരു പച്ചക്കറിയിലൊക്കെ ഉപ്പ് പിടിക്കണമല്ലോ. അപ്പോൾ ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് മൂടിയതിൻ്റെ ശേഷം ഒരു വിസിൽ കേട്ടോ. ആദ്യം നമ്മൾ പരിപ്പ് 3 വിസിലാണ്. ഇതിപ്പോൾ പച്ചക്കറി ഇട്ടതിന് ശേഷം ഒരൊറ്റ വിസിൽ വന്നാൽ മതി. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പുതിർത്തി വെച്ച പുളിയാണിത്. അത് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ ഒരുപാട് പുളി ഉണ്ടോയെന്ന് തോന്നുന്നുണ്ടാവും കേട്ടോ. ഒരുപാട് പുളിയൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇതിന് പുളിരസം കുറവാണ്. ഇതിൽ നമ്മൾ കുറേ ഇട്ടാലും പുളിരസം കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത്. ഇപ്പോൾ അത് ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ ചട്നിക്കുള്ള ചട്ടിയാണ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഞാൻ മണ്ണിൻ്റെ ചട്ടിയാണ് വെച്ചത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചട്നിക്ക് വെളിച്ചെണ്ണ ആണെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയിപ്പോൾ അതേ സമയം തന്നെ നമ്മളെ ഇഡ്ഡലിയും ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് തന്നെയാണ് അപ്പുറം ഇപ്പുറം വെച്ചത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് പൊട്ടട്ടെ. ഞാനിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടിയതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് 2 വറ്റൽമുളക് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലാണ്. അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചട്നീൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അരച്ച് വെച്ചത്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്താളാം. തീ നമുക്ക് വേണ്ട കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക തീ ഓഫ് ചെയ്തതിന് ശേഷം. ആ ഒരു ചട്ടി ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു ചൂടുണ്ടാവും. ആ ചൂട് തന്നെ ആ ചട്നി ഒന്ന് ചൂടായിക്കോളും. കാരണം ചട്നി തിളയ്ക്കേണ്ടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ ഒരു ചട്നിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി ഉപ്പൊക്കെ റെഡിയാണോ എന്ന്. അപ്പോൾ അതവിടെ മൂടി വെക്കുക. ഇനിയിപ്പം ബാക്കി ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് ഇളക്കി വെക്കുക. ഇനിയിപ്പോൾ നമ്മളെ സാമ്പാർ ഒരു വിസിൽ സാമ്പാറും കഴിഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ ഇത് കണ്ടോ കറക്റ്റാണ്. ഒരു വിസിലാക്കി എടുത്താൽ വല്ലാണ്ട് കുടഞ്ഞ് പോവുകയില്ല, എന്നാൽ കഷ്ണങ്ങളൊക്കെ കഷ്ണമായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ സിമ്പിളായിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു ഇഡ്ഡലി ഉണ്ടല്ലോ, അത് ഞാൻ ചൂടോട് കൂടിയത്ത് ഇപ്പം ആറിയിട്ട് എടുക്കാനൊന്നുള്ള സമയം വിടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ചൂടോട് കൂടി തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ചൂടാറിയാൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടുമേ. നിങ്ങൾ ചൂടാറിയിട്ട് എടുത്തോ. അപ്പോൾ ഞാൻ ചൂടോട് കൂടി കാണിച്ചാൽ ഇതാണ് കണ്ടല്ലോ, നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലത്തെ നമ്മളെ ഇഡ്ഡലിയാണിത്. കണ്ടോ റെഡിയാണ്, അടിപൊളിയാണ്. അപ്പോൾ അത് ഞാൻ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടുത്ത ട്രിപ്പ് വെച്ച് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടായി ചോദിക്കുന്നത്. ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ ചില ആൾക്കാർക്കൊന്നും ശരിയാവില്ല എന്നെപ്പോഴും പറയലുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഞാനവിടെ ഇഡ്ഡലി മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ സാമ്പാറിലേക്ക് ബാക്കി പണിയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആ പച്ചക്കറിയും ഇതൊക്കെ വേവിച്ച് വെച്ചതിലേക്ക് നമ്മൾ പിന്നെ പുളി ഉണ്ടല്ലോ അതൊന്ന് പിഴിഞ്ഞ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ടാണ് ഒന്ന് പിഴിഞ്ഞ് വെച്ച് കൊടുക്കുന്നത്. അതിനെ ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ പുളി റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റാണ് ഞാനിത് തിളപ്പിച്ചിട്ട് ഒന്ന് ഇതാക്കുക കേട്ടോ. ഇപ്പോൾ ഇത് ഇങ്ങനെ വെക്കണേ ഉള്ളൂ. ഇനിയിപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ വറവിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചട്നി നമ്മൾ നേരത്തെ എടുത്ത പോലെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. സാമ്പാറിന് ടേസ്റ്റ് ഓയിലാണ്. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടട്ടെ. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമ്മളിന് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, ഞാൻ ഇടുന്നില്ല. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യുക കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മളെ കായപ്പൊടിയാണ്. കായപ്പൊടി ഒരു 1/2 ടീസ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ വേണ്ടിയത് ഒരു 1/2 ടീസ്പൂൺ ഉലുവൻ്റെ പൊടിയാണ്, അതും ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടിയത് ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടിയത് ഹോം മെയ്ഡ് സാമ്പാർ പൊടിയാണ്. ഇതൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ, ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി, അതിലുണ്ടാവും കേട്ടോ ഹോം മെയ്ഡ് സാമ്പാർ പൗഡർ. അത് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഹോം മെയ്ഡ് സാമ്പാർ പൗഡറാണിത്. അതൊരു 4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു ചട്ടിൻ്റെ ആ ഒരു ആദ്യത്തെ ചൂടുണ്ടല്ലോ, ആ ചൂട് മതി കേട്ടോ, തീ കത്തിക്കരുത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ സാമ്പാർ ഇതിലേക്ക് അടുപ്പത്തേക്ക് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക. ഇനി ആ സാമ്പാർ തിളക്കട്ടെ കേട്ടോ. ആ തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ വറവിട്ട് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, പൊടികളെ മിക്സ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സാമ്പാർ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ട് ആ ചട്ടി ഒന്ന് കഴുകി വയ്ക്കാമെന്ന് പറയില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാമ്പാർ ഞാൻ ആ ചട്ടിയിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കഴുകി ഇങ്ങോട്ടേക്ക് തന്നെ വയ്ക്കുക. അപ്പോൾ ആ ഒരു ഫ്ലേവർ മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് വന്നോളൂ. അപ്പോൾ ഇത് കണ്ടില്ല. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 ടീസ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ഒരു ചെറിയ പീസ് ശർക്കര വേണമെങ്കിൽ അതും ചേർക്കാം. പിന്നെ ഇനിയിപ്പോൾ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുക. വെള്ളമൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ളത് നോക്കിയിട്ട് എത്രയാണോ നിങ്ങൾക്ക് കട്ടി വേണ്ടി അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ചേർത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. 2-3 മിനിറ്റ് നേരം നല്ലോണം ഒന്ന് വെട്ടി തിളയ്ക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ട നന്നായിട്ട് 2-3 മിനിറ്റ് നേരം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പാർ റെഡിയായി. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈസി മെത്തേഡല്ല അല്ലേ, ഒരു പണിയുമില്ല, പ്രയാസവുമില്ല, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സാമ്പാറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇഡ്ഡലിക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒരു ലൂസായിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഇതന്നെ ചൂടാറുന്ന സമയത്തൊന്നും കൂടെ കട്ടിയാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സാമ്പാറിനിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് വിളമ്പാൻ വേണ്ടി പോവുകയാണ്. ചൂടോടുകൂടി തന്നെയാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് വിളമ്പുകയാണ്. നമുക്ക് ടേബിളിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കണ്ടില്ലേ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. അതുപോലെ തന്നെ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇഡ്ഡലിക്ക് ദോശക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന സാമ്പാറാണ്. എന്ന് വെച്ചിട്ട് ചോറിന് കഴിക്കാൻ പറ്റാത്തതല്ല കേട്ടോ, ചോറിന് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ ചട്നി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ചട്നി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളെന്താ പറയുക, നാടൻ ചട്നി എന്ന് പറയില്ലേ, നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ചട്നി. ഉഴുന്നുവടയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഞാനത് 3 ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ രാവിലത്തെ ഒരു എന്താ പറയുക, ക്വിക്കായിട്ടുള്ളൊരു റെസിപ്പീസാണ് ഇപ്പോൾ കാണിച്ചത്. പെട്ടെന്ന് ഉണ്ടാക്കണം, തലേന്ന് തന്നെ പുതിർത്തി വെച്ചാൽ പണിയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഇത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയിൽ അടുത്തതിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.